നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് 2025 തുടങ്ങി വെച്ചതായിട്ടുള്ള പല പുതിയതായിട്ടുള്ള ആശയങ്ങളും സംരംഭങ്ങളും മെയ് മാസം മുതൽ തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുകയും പ്രാദേശികമായിട്ട് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് വിറ്റുവരവുള്ള വിഭാഗം വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും നേട്ടം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും ഇനി ജന്മനാട്ടിൽ സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനം തുടങ്ങിയാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ജോലി രാജിവെച്ച് നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം സ്വന്തം കൺവെട്ടത്തിലും മേൽനോട്ടത്തിലും ചെയ്യാവുന്ന കർമ്മമണ്ഡലങ്ങൾ മാത്രമേ നാട്ടിൽ തുടങ്ങാവൂ. അല്ലാത്ത പക്ഷം മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പക്ഷം അതിൻ്റെ മൂല്യത്തോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നാട്ടിൽ തുടങ്ങിയാൽ അതിൻ്റെ ഒരു നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലപ്പോഴും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും അന്തിമ നിമിഷത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. കരാർ ജോലികൾ പലതും ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ അനുകൂലമല്ലാത്തതാണ്. രോഗശമനം വന്നു ചേരുമെങ്കിൽ പോലും യാത്രകളെല്ലാം പുനരാരംഭിക്കുക എന്നത് വളരെ മുമ്പ് ദിവസവും യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളായിരുന്നു എങ്കിൽ ആഴ്ചയിലൊരിക്കൽ യാത്ര ചെയ്തുകൊണ്ടുള്ളതും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം ഉള്ള ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനോ അങ്ങനെയുള്ള വിഭാഗത്തിലേക്ക് മാറ്റം ഉണ്ടാകുവാനോ യോഗമുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹം ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി പുതിയ കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനിടവരും. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആധുനിക സംവിധാനത്തോടൊപ്പം പുതിയതായിട്ടുള്ള പ്രചരണ രീതികളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും പൂർണ്ണമായിട്ടുള്ള നേട്ടം ഒരു പക്ഷേ 2027 ജൂണിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഹോരാത്രം പ്രവർത്തിക്കാൻ സന്നദ്ധത ഏത് പ്രകാരത്തിലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. പ്രതീക്ഷിച്ചതിലുപരി മംഗളകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ഈ ഒരു വർഷം പങ്കെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഉണർവ് വന്ന് ഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിച്ചതിൻ്റെ വിളവെടുപ്പ് ഈ ഒരു വർഷം അനുകൂലമായി തീരുവാനും, ഇനി മുതൽ ചിലർ ജോലി ഉപേക്ഷിച്ച് ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും സജ്ജമാകുവാനും, മറ്റ് ചിലർ ഒരു പക്ഷേ ജോലിയോടൊപ്പം തന്നെ ഒരു കർഷകൻ്റെ സഹായത്തോടുകൂടി കർഷകനെ നിയമിച്ചും കൊണ്ട് വിപുലമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും അത് വളരെ ഗുണകരമായി തീരും എന്നുകൂടി സൂചിപ്പിക്കുന്നു. പലപ്പോഴും അന്യരെ സംശയിക്കുന്ന പ്രവണത ഒഴിവാക്കി സ്വന്തം കാര്യങ്ങളിൽ ധ്രുവീകരണം സ്വയമേവ ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഈ ഒരാശയം പലർക്കും നിന്നും ഒരു മാതൃകാപരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങളും ആത്മാഭിമാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം കഴിഞ്ഞ വർഷം എത്തിച്ചേർന്ന പലർക്കും ഒക്ടോബർ മാസത്തോടു കൂടിയൊക്കെ തന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. എന്നാൽ നിലനിൽപ്പിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായതിനാൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുകയും ഫെബ്രുവരി മുതൽ മറ്റ് രാഷ്ട്രത്തിൽ എത്തിച്ചേരുവാനും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ളൊരു ജോലി മറ്റ് രാഷ്ട്രത്തിൽ ഉണ്ടാകുവാനും ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും.
പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. ജീവിതശൈലിയിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പൊതുവെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ധ്രുവീകരണം അവലംബിച്ചും കൊണ്ടും എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ അനുവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി 2027, 2028 എന്നീ വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന വിധത്തിൽ പദ്ധതികൾ ഏറ്റെടുക്കുവാനോ കരാറു ജോലികൾ ഒപ്പുവയ്ക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ജന്മനാട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ജോലിയോടൊപ്പം ദീർഘകാല പദ്ധതികൾ ഒരുപക്ഷെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിരിക്കാം, ഊഹക്കച്ചവടമായിരിക്കാം. എന്തായാലും സ്വന്തം കൺവെട്ടത്തിലും സ്വന്തം ആശയവിനിമയങ്ങളിലും നടത്തുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ലാഭശതമാനത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. സഹൃദയ സദസ്സിൽ അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ബന്ധുമിത്രാദികളുടെ വ്യാമോഹങ്ങളെല്ലാം തന്നെ വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധുമിത്രാദികളുടെ അനുഭവ പാഠങ്ങളെല്ലാം തന്നെ സ്വന്തം ജീവിതത്തിൽ അവലംബിക്കുവാനും അത് സ്വന്തം ജീവിതത്തിൽ തന്നെ അനുവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുവാനും ദേഹക്ഷീണം അനുഭവപ്പെടുവാനും ജൂൺ മാസത്തിന് ശേഷം സെപ്റ്റംബറിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാകുവാനിടയുള്ളത്. ഒരുപക്ഷെ 1-2 മാസം അവധിയെടുത്തും കൊണ്ട് ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി ജോലി കിട്ടും. ഇതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളി എവിടെ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പരിവർത്തനത്തിന് തയ്യാറാകുവാനും ഇടയുണ്ട്. സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അബദ്ധങ്ങളെയും അതിജീവിക്കുവാനിടയുണ്ട്. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾക്കും മാനസികമായിട്ടുള്ള സംഭ്രമങ്ങൾക്കും ആശ്വാസമുണ്ടാകും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പല കാര്യങ്ങളിലും ചില ഉൾപ്രേരണ പല കാര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ, അല്ലെങ്കിൽ അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടയുണ്ട്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാനായിട്ട് വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. വിദഗ്ധ ചികിത്സ മാതാപിതാക്കൾക്ക് വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുവാനോ അഥവാ അവർ താമസിക്കുന്ന സ്ഥലത്തിനോടനുബന്ധമായിട്ട് അഥവാ അധികം ദൂരമില്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റത്തിന് അപേക്ഷകൾ നൽകുവാനും അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പൊതുവെ ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് തലവേദന വന്നു ചേരുവാനും മാനസികമായിട്ട് സംഭ്രമങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തിയും അനാവശ്യമായുള്ള ചിന്തകളും ആധിയും ഒഴിവാക്കിയും കൊണ്ടും എല്ലാ കാര്യങ്ങളും മംഗളകരമാക്കി തീർക്കുവാനും കുടുംബപരമായിട്ട് സമാധാനത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള അവസരം ഉണ്ടാകുവാനും വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.